ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ അടുക്കളയിൽ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. ബാ. എന്തായാലും ഒരു മെഴുക്കുവരട്ടി വേണമല്ലോ. അപ്പം മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് പയറും വെണ്ടയ്ക്കയും കൂടെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പയർ ഇവിടെ ഉണ്ടായതായിരുന്നു കേട്ടോ. പിന്നെ കിട്ടിയത് മീൻ അയലയാണ്. അയല കൂടാതെ കക്കയിറച്ചിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കക്കയിറച്ചി തോരനൊക്കെ വെച്ച് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. പക്ഷേ ഇത്തിരി ക്ലീൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും അത് അറിയാം എന്നുണ്ടെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും വൃത്തിയാക്കി കൊണ്ട് വരട്ടെ. അപ്പോൾ അയല അതാ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അയല വറുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം എന്താ ഞാൻ ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ആണ് ഞാൻ മീൻ അതിനകത്തോട്ട് ഇടുന്നത്. അപ്പം മീൻ നന്നായിട്ട് ഉടഞ്ഞു പോകത്തില്ല. അപ്പം ആ മീൻ വരഞ്ഞ് അതിനകത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ രണ്ടടുപ്പുണ്ടല്ലോ, അപ്പോൾ രണ്ടായിട്ട് അങ്ങ് വെക്കാം. അപ്പോൾ ഒത്താവുമല്ലോ എന്ന് വെച്ചിട്ട് ഒരുമിച്ച് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ രണ്ടെണ്ണത്തിൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതാ കടുക് പൊട്ടിച്ച് ഇനിയിപ്പോൾ നമുക്ക് മെഴുക്ക് വരട്ടാനുള്ള അതിനകത്ത് തട്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ ഒരുപാട് നേരം ഇട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്താ നമ്മുടെ അടുത്ത എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മീൻ പറക്കിയിട്ട് കൊടുക്കാം. അപ്പം മീൻ ഒന്ന് പറക്കിയിട്ട് കുറച്ച് മുരിയുന്ന സമയത്തേക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയാവും. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ഥലം വരെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെയായി. പക്ഷേ കരിഞ്ഞില്ല കേട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ കരിഞ്ഞ മെഴുക്ക് പുരട്ടി തിന്നേണ്ടി വന്നേനെ. അപ്പം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. പച്ചമുളക് ഓൾറെഡി അരിഞ്ഞേക്കുന്നതുകൊണ്ട് എരിവ് എന്തായാലും ഉണ്ടാവും. അപ്പം ഞാൻ അടച്ച് വെച്ചത് അത് റെഡി ആയിട്ടുണ്ട്. മീനും നന്നായിട്ട് വറുത്ത് തിരിച്ചൊക്കെ ഇട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കക്കയിറച്ചി തോരൻ വെക്കണം. അപ്പോൾ അതിന് ഞാൻ വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉലുവ ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കക്കയിറച്ചി ഇതാ ഇവിടെ റെഡിയായി ഇരിക്കുന്നുണ്ട്. പിന്നെ അതാ തക്കാളി, സവാള, പച്ചമുളക്, ഇഞ്ചി അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യമേ കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചുവന്ന മുളക് ഇടാം കേട്ടോ, അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. പിന്നെ ഇഞ്ചി നന്നായിട്ട് ഇട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ട് പിന്നെ നമ്മൾ സവാള ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് ആക്കി നന്നായിട്ട് എടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം വഴണ്ട് വന്നതിന് ശേഷം വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ കാരണം തക്കാളി പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകുമല്ലോ. അപ്പം തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആദ്യം ഇടുന്നത് ഇത്തിരി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അവസാനം വരെയും നമുക്കെല്ലാം ഇട്ട് വരുമ്പോൾ പാകത്തിനുള്ള ഉപ്പേ ആവത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്നും ഉപ്പ് ഇടുന്നില്ല. അപ്പം നന്നായിട്ട് ആയി വന്നപ്പോൾ ഞാൻ കക്കയിറച്ചിയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഈ എണ്ണയിലും ഇതിൻ്റെ എല്ലാം വെള്ളത്തിലും നന്നായിട്ടും കിടന്ന് പിന്നെ കക്കയിറച്ചിയിൽ ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ അതും കൂടെ പുറത്ത് വരും. അപ്പോൾ ആ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വരട്ടി ഒരു ബ്രൗണിഷ് കളറാവുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴട്ടിയെടുക്കണം. അപ്പം ഞാൻ നന്നായിട്ട് വഴട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ ഒരുവിധം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് ആവണം. ഇപ്പം നന്നായിട്ടൊക്കെ വെള്ളമെല്ലാം നന്നായിട്ട് മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പും കൂടെ അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, അതായത് ഇനി വേവാനായിട്ടൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഈ അരപ്പിൻ്റെ പച്ചക്കുത്ത്, അതായത് അതിൻ്റെയൊക്കെ പച്ചക്കുത്തൊന്ന് മാറണം. അപ്പം ഇപ്പോൾ ഫൈനലി നന്നായിട്ട് ഞാൻ വരട്ടി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, ഇതിൻ്റെ മണം അടിച്ച് തന്നെ നമുക്ക് ഒരു കലം ചോറ് തിന്നാന്നൊക്കെ പറഞ്ഞ് ചുമ്മാതൊന്നുമല്ല കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഇനി ചോറൊക്കെ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ചോറ്, കുറച്ച് കക്കത്തോരനും, പിന്നെ മെഴുക്ക് പുരട്ടിയും, പിന്നെ ഒരു മീൻ വറുത്തതും, പിന്നെ ഒഴിക്കാനായിട്ട് വേറെ കറിയൊന്നും വെച്ചിട്ടില്ല. ഇതിപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന പാത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ തലേന്നത്തെ മീൻകറി വറ്റിച്ചതുണ്ടായിരുന്നു, അത് ഇത് ഒഴിച്ചിട്ടില്ല കേട്ടോ. റെഡിയായിരുന്നു മോളെ, നോക്ക് നോക്ക്, അവിടെ ഇരി. അവർക്ക് ഞാൻ ചോറ് കൊടുക്കാൻ പോവാണ്. അപ്പം കക്കത്തോരനും പിന്നെ ആ വറുത്ത മീനും ആ മെഴുക്ക് പുരട്ടിന്ന് 1-2 കഷ്ണം കൂടെ വെച്ച് നന്നായിട്ട് ഞവിടി ഉടച്ച്, ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതുകൊണ്ട് ഉടയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. നന്നായിട്ട് ഞവിടി ഉടച്ച് കൊടുക്കാൻ പോവുകയാണേ. അപ്പം അവർ പറയും എങ്ങനെ ഉണ്ടെന്ന്. മുട്ട് നേരെ ആക്കിയിരി, കാല് നേരെ വെച്ചിരി മോള്. മോനും കാല് നേരെ വെക്ക്. വെക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? സൂപ്പർ. മോള് വെച്ചേ. എങ്ങനെയുണ്ട്, സൂപ്പറാണോ? അടിപൊളിയാണോ? എങ്ങനെ? സൂപ്പർ.
അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ പറ. ബൈ 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 ബൈ. കൈയെടുത്തിട്ട് ബൈ പറ. ബൈ.